സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കുന്നത്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെ ചോദ്യം, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ ഏത് എന്നതാണ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക. പേര് റേഡിയോ നെല്ലിക്ക. അടുത്ത ചോദ്യം, ലോക ജന്തുജന്യ രോഗ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്. ലോക ജന്തുജന്യ രോഗ ദിനം ജൂലൈ 6 ജൂലൈ 6 ലോക ജന്തുജന്യ രോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. 1885 ജൂലൈ 6 ലൂയി പാസ്റ്റർ ലോകത്ത് ആദ്യമായിട്ട് റാബീസിനെതിരെ ഒരു വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിച്ച് വിജയം കണ്ടത്. ഈ ദിനമാണ് പിൻകാലത്ത് ലോക ജന്തുജന്യ രോഗ ദിനാചരണത്തിന് കാരണമായത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെ എന്താണ് വിളിക്കുന്നത്? സുനോട്ടിക് രോഗങ്ങൾ എന്നാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സുനോട്ടിക് രോഗങ്ങൾ. അതുപോലെ മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്നവയാണ് ആന്ത്രോപോണോസിസ് രോഗങ്ങൾ. അപ്പൊ ജന്തുജന്യ രോഗങ്ങളെ കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. അപ്പം ലോക ജന്തുജന്യ രോഗ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 6 എന്നത് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, ആക്സിയം മിഷനെ കുറിച്ചുള്ളതാണ്. ആക്സിയം മിഷൻ ഫോർ AX4 എന്നത് അന്തരീക്ഷ നിലയമായ ഇന്റർനാഷണൽ സ്പേസ് സെന്ററിലേക്കുള്ള 4ാമത്തെ സ്വകാര്യ ബഹിരാകാശ മിഷനായിരുന്നു. ഇത് ആക്സിയം സ്പേസും നാസയും സ്പേസ് എക്സും ചേർന്നൊരുക്കിയതായിരുന്നു. ഏതൊക്കെയാണ് വരുന്നത്? ആക്സിയം സ്പേസ്, നാസ, സ്പേസ് എക്സ്. ഇനി ഈ മിഷൻ വിക്ഷേപിച്ചതെന്നാണ് 2025 ജൂൺ 25 വിക്ഷേപിച്ചത്. ആക്സിയം മിഷൻ 4 വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചാൽ 2025 ജൂൺ 25 വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 2025 ജൂൺ 25. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആക്സിയം മിഷനിലെ അംഗങ്ങൾ. 4 അംഗങ്ങളാണ്. ആരൊക്കെയാണ്? കമാൻഡർ പെഗ്ഗി വിൻസൺ, അമേരിക്കയില് പെഗ്ഗി വിൻസൺ. അതുപോലെ ഇന്ത്യക്കാരനായ പൈലറ്റ് ശുഭാംശു ശുക്ല. മിഷൻ പൈലറ്റ് ആയിരുന്നത് ആരാണ്? ശുഭാംശു ശുക്ലയാണ്. അതുപോലെ മിഷൻ സ്പെഷ്യലിസ്റ്റ് സ്ലാവോഷ് ഉസ്നാൻസ്കി വിഷ്നിയേവ്സ്കി, പോളണ്ടുകാരനായ സ്ലാവോഷ് ഉസ്നാൻസ്കി വിഷ്നിയേവ്സ്കി. പിന്നെ ടിബോർ കാബു, ഹംഗറിക്കാരനായ ടിബോർ കാബു. അപ്പം പെഗ്ഗി വിൻസൺ, ശുഭാംശു ശുക്ല, സ്ലാവോഷ് ഉസ്നാൻസ്കി, ടിബോർ കാബു എന്നീ 4 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആക്സിയം 4 അംഗങ്ങൾ 4 പേരാണ്. ഇവരുടെ 4 പേരുടെയും പേര് ഏതൊക്കെ രാജ്യക്കാരാണ് എന്നതും പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ഇവര് സഞ്ചരിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേര് ചോദിച്ചാൽ ക്രൂ ഡ്രാഗൺ ഗ്രേസ്. ബഹിരാകാശ പേടകം ഏതാണ്? ക്രൂ ഡ്രാഗൺ ഗ്രേസ്. ആക്സിയം 4 സംഘം ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്നാണ് 2025 ജൂലൈ 15 ആക്സിയം 4 സംഘങ്ങൾ ഭൂമിയിൽ തിരിച്ചെത്തിയത്. 2025 ജൂലൈ 15. വിക്ഷേപിച്ചത് കനഡയിലെ LC-39A. ആക്സിയം 4 ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സും പ്രധാനപ്പെട്ടതാണ്. വിക്ഷേപിച്ചത് ആക്സിയം സ്പേസ്, നാസ, സ്പേസ് എക്സ് എന്നിവർ ചേർന്നിട്ടാണ്. ഈ മിഷൻ 2025 ജൂൺ 25 വിക്ഷേപിച്ചത്. മിഷനിൽ 4 അംഗങ്ങളാണ്. കമാൻഡർ പെഗ്ഗി വിൻസൺ, പൈലറ്റ് ശുഭാംശു ശുക്ല, മിഷൻ സ്പെഷ്യലിസ്റ്റ് സ്ലാവോഷ് ഉസ്നാൻസ്കി, അതുപോലെ ഹംഗറിക്കാരനായ ടിബോർ കാബു. ബഹിരാകാശ പേടകത്തിന്റെ പേര് ക്രൂ ഡ്രാഗൺ ഗ്രേസ്.
സംഘം ഭൂമിയിൽ തിരിച്ചെത്തിയത് 2025 ജൂലൈ 15. വിക്ഷേപണ സ്ഥലം കെന്നഡി LC-39A. അടുത്ത ചോദ്യം, തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് ചുമതലയേറ്റത് ആര്? തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് ചുമതലയേറ്റത് D. രചനയാണ്. D. രചന. 2025 G7 ഉച്ചകോടി നടന്നത് എവിടെയാണ്? G7 ഉച്ചകോടി 2025 നടന്നത് കാനഡയിലാണ്. ഇനി G7 രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നും കൂടി നോട്ട് ചെയ്യുക. ഏതൊക്കെയാണ്? US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ എന്നിവയാണ് G7 രാജ്യങ്ങൾ. 2025 G7 ഉച്ചകോടി നടന്നത് കാനഡയിലാണ്. G7 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? 7 രാജ്യങ്ങൾ: US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്ക പഠന നേതൃസമിതിയിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര്? അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്ക പഠന നേതൃസമിതിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അശ്വിൻ ശേഖർ. അശ്വിൻ ശേഖർ. മാൽദീവ്സ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായിട്ട് നിയമിതയായത് ആര്? മാൽദീവ്സ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡർ കത്രീന കൈഫാണ്. കത്രീന കൈഫ്. ടെസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് പദ്ധതി തലപ്പത്തെത്തിയ ഇന്ത്യക്കാരൻ ആര്? ടെസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് പദ്ധതി തലപ്പത്തെത്തിയ ഇന്ത്യക്കാരനാണ് അശോക് എള്ളുസ്വാമി. അശോക് എള്ളുസ്വാമി. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ഏത്? ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി സ്റ്റാർലിങ്ക് ആണ്. സ്റ്റാർലിങ്ക്. ഇന്ത്യൻ ജനസംഖ്യ ഇക്കൊല്ലം എത്ര കോടി കടക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്? ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം ഇക്കൊല്ലം ഇന്ത്യൻ ജനസംഖ്യ എത്ര കോടിയാകുമെന്നാണ് കണക്ക്? 146 കോടി. 146 കോടി. 2025 ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2025 ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് ലഭിച്ചത് ഡോക്ടർ ഷാജി പ്രഭാകരനാണ്. ഡോക്ടർ ഷാജി പ്രഭാകർ ഒരു പ്രമുഖ ന്യൂറോളജിസ്റ്റ്, സാംസ്കാരിക പ്രവർത്തകൻ, അതുപോലെ എഴുത്തുകാരനുമാണ് ഡോക്ടർ ഷാജി പ്രഭാകരൻ. 2025 ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡിന് അർഹനായത് ഡോക്ടർ ഷാജി പ്രഭാകർ ആണ്. പി കേശവദേവ് സ്മാരക ട്രസ്റ്റിന്റെ ഈ വർഷത്തെ കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പി കേശവദേവ് സ്മാരക ട്രസ്റ്റിന്റെ ഈ വർഷത്തെ കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശശി തരൂരിനാണ്. ശശി തരൂർ. വൈ ആം ഹിന്ദു, ദി ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് തുടങ്ങിയ പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് പുരസ്കാരം ലഭിച്ചത്. പുസ്തകങ്ങളുടെ പേര് വൈ ഐ ആം ഹിന്ദു, ദി ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ്. ഈ 2 പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് പുരസ്കാരം ലഭിച്ചത്. പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശശി തരൂറാണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ ആരുടേതാണ് എന്നും കൂടി നോട്ട് ചെയ്യുക. വൈ ഐ ആം ഹിന്ദു എന്ന പുസ്തകം ശശി തരൂറിൻ്റെതാണ്. ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്നതും ശശി തരൂറിൻ്റെതാണ്. പി കേശവദേവ് സ്മാരക ട്രസ്റ്റിന്റെ ഈ വർഷത്തെ കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ ശശി തരൂർ. കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ഗ്രേസ് ആബറ്റ് ബുക്ക് പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ ദിവ്യ കണ്ണനാണ്. ഡോക്ടർ ദിവ്യ കണ്ണൻ. ഡോക്ടർ ദിവ്യ കണ്ണന്റെ കണ്ടൻസ്റ്റഡ് ചൈൽഡ്ഹുഡ്സ്, കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ, കൊളോണിയൽ കേരള എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച
2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ഗ്രേസ് ആപ്പ് ബുക്ക് പ്രൈസ് ലഭിച്ചത് ഡോക്ടർ ദിവ്യ കണ്ണനാണ്. ഡോക്ടർ ദിവ്യ കണ്ണൻ്റെ കണ്ടൻസ്ഡ് ചൈൽഡ്ഹുഡ്സ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പാരസൈറ്റ് ആണ്. പാരസൈറ്റ് ഇതൊരു കൊറിയൻ ചിത്രമാണ്. ബോങ് ജുൻ ഹോ ആണ് സംവിധാനം ചെയ്തത്. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം കൊറിയൻ ചിത്രമായ പാരസൈറ്റ് ആണ്. പാരസൈറ്റ് എന്ന കൊറിയൻ ചിത്രം സംവിധാനം ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ ബോങ് ജുൻ ഹോ. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ പാരസൈറ്റ് ആണ്. പാരസൈറ്റ് എന്ന ചിത്രം ഏത് ഭാഷയിലേതാണ് എന്ന് ചോദിച്ചാൽ കൊറിയൻ ചിത്രമാണ്. സംവിധാനം ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ ബോങ് ജുൻ ഹോയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനവും ജമ്മു കാശ്മീരിലെ ഡച്ചിങ്കം ദേശീയോദ്യാനവുമാണ്. അപ്പം ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനം ആദ്യത്തെ സ്ഥാനം ഇരവികുളം ദേശീയോദ്യാനത്തിനും അതുപോലെ ജമ്മു കാശ്മീരിലെ ഡച്ചിങ്കം ദേശീയോദ്യാനത്തിനുമാണ്. അപ്പം രണ്ട് പേരുകളും ഓർക്കുക. ഒന്നാം സ്ഥാനം ഇരവികുളം ദേശീയോദ്യാനം, അതുപോലെ ജമ്മു കാശ്മീരിലെ ഡച്ചിങ്കം ദേശീയോദ്യാനം. അപ്പം ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതെല്ലാം എന്ന് ചോദിക്കാം. ഏതൊക്കെയാണ്? ഇരവികുളം, ഡച്ചിങ്കം ദേശീയോദ്യാനം. ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡച്ചിങ്കം ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്തിലേതാണ് എന്ന് ചോദിച്ചാലോ ജമ്മു കാശ്മീരിലേതാണ്. ഇനി വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യത്തെ ഗൾഫ് രാജ്യം. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമാണ് ഒമാൻ. യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിന്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്നത് ന്യൂഡൽഹി. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71 സ്ഥാനമാണ്. 1 സ്ഥാനം സ്വീഡനാണ്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71 സ്ഥാനം. 1 സ്ഥാനം ഏത് രാജ്യത്തിനാണ് എന്ന് ചോദിച്ചാൽ സ്വീഡൻ. മാലിന്യം നീക്കാൻ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈസൈക്കിളിന്റെ പേര് ഹരിതവാഹിനി. മാലിന്യം നീക്കാനായിട്ട് ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈസൈക്കിളാണ് ഹരിതവാഹിനി. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ജില്ലയാണ് കോട്ടയം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേര് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. നാഷണൽ ടർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? നാഷണൽ ടർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തത് നിസാമാബാദാണ്. തെലങ്കാനയില് നിസാമാബാദിലാണ് നാഷണൽ ടർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. നിസാമാബാദ്, തെലങ്കാന. നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിതയാണ് ലഫ്റ്റനന്റ് ആസ്ത പുനിയ.
നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിത ലഫ്റ്റനന്റ് ആസ്ത പുനിയം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 25 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇതെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നുപോലും വിടാണ്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്